വെച്ച തൊലി വെറുതെ കളയുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഡെറ്റോൾ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ഇതൊന്നും പല്ലിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സ്മെല്ലാണ്. നമ്മൾ വെറുതെ തൊലിയൊക്കെ കളയുമ്പോഴത്തേനും ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പല്ലിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ വെള്ളം. കാരണം തലേ ദിവസം നമുക്ക് ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വെളുത്തുള്ളിയുടെയൊക്കെ സ്മെല്ല് അതിനകത്ത് നിന്നിട്ട് നല്ല വെളുത്തുള്ളി തൊലിയുടെ സ്മെല്ലൊക്കെ നിന്നിട്ട് ആ വെള്ളത്തിന് ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. പ്രത്യേകിച്ച് ഡെറ്റോളും കൂടെ ഒഴിക്കുമ്പോഴത്തേനും ഈ പല്ലികളൊക്കെ നമുക്ക് ഓടും. ആ വെള്ളം എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതേപോലെ തന്നെ നമ്മൾ അരിയൊക്കെ ഇതേപോലെ ഉളറ് കയറിയിട്ട് വണ്ട് പ്രാണികളൊക്കെ കയറുമല്ലോ. അപ്പം അത് പോകാൻ വേണ്ടി നമുക്ക് ഇതേപോലെ ഒരു മുറത്തിനകത്തിട്ടിട്ട് ഇതേപോലെ ഒന്ന് നിരത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ വെയിലത്തുകൊണ്ട് വെച്ച് കൊടുക്കുക. വെയിലില്ലെങ്കിൽ നമ്മൾ ഇതേപോലെ മുറത്തിനകത്തിട്ട് പുറത്ത് വല്ലതും വെച്ചാൽ മതി. അപ്പോൾ അതെല്ലാം ഇഴഞ്ഞങ്ങ് പോയിക്കോളും. ഇപ്പോൾ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനകത്തുള്ള ആ വണ്ടുകളെല്ലാം അങ്ങ് ഇഴഞ്ഞ് കയറി പോയിക്കോളും. നമ്മൾ കുറച്ച് ദിവസം വെക്കുമ്പോഴത്തേന് ഇതേപോലെ വണ്ട് കയറും. അപ്പം അത് ഇതേപോലെ ചെയ്താൽ മതി. നല്ലോണം ഒന്ന് നിരത്തി കൊടുത്താൽ മതി മുറത്തിയിട്ടിട്ട്. അപ്പോൾ എല്ലാം ഇഴഞ്ഞങ്ങ് പോയിക്കോളും. ഉണ്ടോ ഇതേപോലെ ഒരുപാട് വണ്ടുകൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും നമ്മൾ പച്ചരി സൂക്ഷിക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാകും. അതേപോലെ മറ്റേ ചാക്കരിക്കകത്തും ഉണ്ടാകും. ചാക്കരി നമ്മൾ ഇതേപോലെ സൂക്ഷിക്കാൻ വേണ്ടി വണ്ടുമൊന്നും കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഇതുപോലെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് കായപ്പൊടിയുടെ ടിന്നുണ്ടല്ലോ. അപ്പോൾ ടിന്നാണെങ്കിൽ നമ്മളതിൻ്റെ ഹോള് കാണത്തക്ക രീതിയിൽ ഇങ്ങനെ ഓപ്പണാക്കി വയ്ക്കുക. അപ്പം അതിനകത്ത് പൊടിയുണ്ടെങ്കിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുഴിച്ച് വെച്ച് കൊടുത്താൽ മതി അരിക്കകത്ത്. അപ്പോൾ ആ സ്മെല്ല് കൊണ്ടിട്ട് അതിനകത്ത് വണ്ടും പ്രാണികളും ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. അരി ചീത്തയാകാതെ നല്ല ഫ്രഷായിട്ട് തന്നെ എപ്പോഴും ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ പാനൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും എണ്ണയും ഒക്കെ ഉപയോഗിക്കുന്നില്ലേ ഈ പാനിനകത്ത്. അപ്പോൾ അങ്ങനെ തീ കയറിയിട്ട് ആ സൈഡ് ഭാഗം മഞ്ഞ കളറിലിരിക്കും. അതല്ലെങ്കിൽ കറുത്ത് പോകും. ആ സൈഡ് ഭാഗം കണ്ടോ, ഞാൻ തൊട്ട് കാണിക്കുന്ന സൈഡ് ഭാഗം. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രബ്ബറിനകത്ത് കുറച്ച് ഉപ്പ് പൊടി ഇടുക. എന്നിട്ട് അതിനുള്ളിലൊന്നും ആകാതെ സൈഡിൽ ഒന്ന് അത് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ പ്രത്യേകിച്ച് അതിന് സോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ആ സൈഡ് ഭാഗത്ത് മാത്രം ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ വെളുത്ത് കിട്ടും. അപ്പോൾ എൻ്റെ മറ്റേ പാൻ കണ്ടോ, ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി വെച്ചതാണത്. പക്ഷേ ഇതിനകത്ത് ചെറിയ കളറുണ്ടായിരുന്നു. അതാണ് ഞാനിങ്ങനെ തേച്ച് കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഒരുപാട് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും ഇതേപോലെ മഞ്ഞ കളറുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. കണ്ടോ, അപ്പോൾ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ വെളുത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ കഴുകിയെടുത്തപ്പോഴത്തേനും കണ്ടോ നല്ല രീതിയിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട്.